യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞാനും നിങ്ങളും കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ലോകത്തിൻ്റേതായ ഒന്നുമല്ല. ഇത് ദൈവീകമായൊരു കാര്യമാണ്. പ്രശ്നങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥന ഒരു നല്ല പരിഹാരമാണ്. പ്രാർത്ഥന ഒരു പരിഹാരമാണ്. എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനവും പ്രാർത്ഥനയാണ്. എല്ലാ നല്ല ബന്ധങ്ങളും പ്രാർത്ഥനയിൽ അടിസ്ഥാനമായിരിക്കും. അത് കുലുങ്ങില്ല, അത് തകർന്നു പോകില്ല, അത് നശിച്ചു പോകില്ല. ആ ബന്ധത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ, ഈ കേൾക്കുന്ന വചനം, ആ വചനം കേൾക്കുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു എന്നും കൂടി അറിയണം. വചനം കേൾക്കുന്നൊരു വ്യക്തി ആരായിത്തീരുന്നു, വചനം കേട്ട് ആ വചനം അനേകർക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ആരായിത്തീരുന്നു? ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് വെളിച്ചമായി തീരുക കൂടിയാണ്. വചനം കേൾക്കുമ്പോൾ ആ വചനം ചില പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്നുണ്ട്. അത് ദൈവീകമായൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ദൈവത്തെ, സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവിധത്തിലും ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കട്ടെ. ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കാം, സമാധാനത്തോടെ ഇരിക്കുക, പ്രതീക്ഷയോടെ ആയിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ദൈവവചനം കേൾക്കാൻ പോകുന്നത്, ഏതു സാഹചര്യങ്ങൾക്കും മാറ്റം വരും. അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ ഇടപെടലിന് പറ്റും. ബൈബിൾ തുടങ്ങുന്ന ഭാഗമൊന്ന് വായിക്കുവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഭൂമിയുടെ അല്ലെങ്കിൽ ആദ്യ സമയത്തെ സാഹചര്യം, അവസ്ഥ എഴുതിയിരിക്കുക. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത്? രൂപരഹിതം, ശൂന്യം, അന്ധകാരം. ഇതൊക്കെയായിരുന്നു സിറ്റുവേഷൻ. ഇതൊക്കെ എങ്ങനെയാണ് മാറിയത്? ഇതെങ്ങനെയാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടായത്? 3-ാമത്തെ വാക്യം, ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇനി സാഹചര്യം മാറിയോ? 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ട് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്നൊരു വാക്ക് പലപ്പോഴും കേൾക്കാറുണ്ടായിരിക്കും. ഈ വചനത്തിൽ നിന്ന് ആ വാക്കൊക്കെ എടുത്തത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനി 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ മുകളിൽ ഹെഡിങ് എന്നാണെന്നറിയോ? ഏദൻ തോട്ടം. പുഴകളും നദികളും ഫലവൃക്ഷങ്ങളുമൊക്കെയുള്ള നല്ലൊരു ഏദൻ തോട്ടമായി മാറി. 1-ാം അധ്യായം എങ്ങനെയായിരുന്നു അവസ്ഥ? രൂപരഹിതവും ശൂന്യവും ഇരുട്ടും അന്ധകാരവും ഒക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞേ. അതെങ്ങനെയാ ഏദൻ തോട്ടമായി മാറിയത്? ഭയങ്കരമായൊരു മാറ്റം അവിടെ ഉണ്ടായി. ഈ 2-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യം,
നല്ല സുന്ദരമായ നദികളതിലെ ഒഴുക്കി. എല്ലാ അർത്ഥത്തിലും അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഏദൻ തോട്ടമായി മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായപ്പോഴാണ് രൂപരഹിതമായതും ശൂന്യമായതും ഇരുട്ട് നിറഞ്ഞ സാഹചര്യവും മാറി ഏദൻ തോട്ടമായി മാറിയത്. ദൈവവചനം കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ നിയോഗം എന്ന പോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് വിശുദ്ധമാക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ യുവാക്കളെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ദൈവം, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, വിവിധ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോയിരിക്കുന്നവർ, കുടുംബമായി മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, നമ്മുടെ നാട്ടിലുള്ളവർ, ദേശക്കാർ, അയൽവാസികൾ, ഈ വചനം കേൾക്കുന്ന എല്ലാ ആളുകളിലും അവരെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കുകയാണ്. എന്നറിയാമോ, സാഹചര്യങ്ങൾ മാറിയത് കണ്ടോ? ഇരുട്ട് മാറി, ശൂന്യത മാറി, നിരാശ മാറി, അന്ധകാരം മാറി. അത് ഏതൊരു വ്യക്തിയും നോക്കിപ്പോകുന്ന, അതിശയിച്ചു പോകുന്ന ഏദൻ തോട്ടമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് നിങ്ങളുടെ സാഹചര്യം നോക്കി നിങ്ങൾ പറയുന്നോ, ആകെ പെട്ടിരിക്കുകയാണ്, എന്തു ചെയ്യണമെന്നൊന്നും അറിയില്ല, ആകെ തകർന്നിരിക്കുകയാണ്, മുഴുവൻ ശൂന്യതയാണ്, നിരാശയാണ്, എനിക്കൊരു പ്രതീക്ഷയും തോന്നുന്നില്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, ഒരു ഇഞ്ച് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, എന്തുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ബൈബിൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. രൂപരഹിതവും ശൂന്യവും ഇരുട്ടുമായിരുന്നു. പ്രതീക്ഷയ്ക്കൊരു വകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായപ്പോൾ അത് ഏദൻ തോട്ടമായി മാറി. സാഹചര്യങ്ങൾ മാറും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. നീ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിരാശ മാറും, ദുഃഖങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും, പ്രയാസങ്ങൾ മാറും, ആ കഷ്ടപ്പാടുകൾ മാറും, ആ ജോലിയില്ലാത്ത സാഹചര്യം മാറും, ആ പഠിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് വരും. എല്ലാവരും പറഞ്ഞത് കേട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നും വേണ്ട. ദൈവം ഒരു വഴി നിങ്ങൾക്ക് തെളിച്ച് കാണിച്ചു തരും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും, യുവാക്കൾ, കുഞ്ഞുങ്ങൾ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണം, മൂപ്പെത്താത്ത മരണം, അപകടം, ചതികളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും നല്ല ജീവിതവും നല്ല ബന്ധവും ഇവർക്ക് കൊടുക്കണമേ. താമസിക്കാൻ നല്ല ഭവനം, ജീവിക്കാൻ പറ്റിയ സാഹചര്യം, ദൈവത്തോട് നല്ലൊരു ബന്ധം എല്ലാം ഉണ്ടാകട്ടെ. സഞ്ചരിക്കാൻ നല്ല വാഹനം, ആവശ്യത്തിന് സാമ്പത്തികം, നല്ലൊരു ജോലി, സ്വസ്ഥമായൊരു ജീവിതം, നല്ലൊരു ദൈവീക ആശ്രയത്വം, ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ അനേകർക്ക് പ്രിയപ്പെട്ടവരായ വ്യക്തികളും കുടുംബങ്ങളും ആകട്ടെ. നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ ഭവനങ്ങളെയും, നമ്മുടെ മുറ്റത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി വീടുകളുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. തമ്മിൽ സ്നേഹവും എല്ലാം വർദ്ധിക്കട്ടെ. പരസ്പരം മനസ്സിലാക്കാൻ കഴിയട്ടെ, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയട്ടെ. എപ്പോഴും എല്ലാത്തിനും വിമർശിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും വിധിച്ചുകൊണ്ടും ഇരുന്നാൽ ഒട്ടും ആരെയും സ്നേഹിക്കാൻ കഴിയാതെ വരും. എല്ലാത്തിനും വിമർശനം, എല്ലാത്തിനും തെറ്റും കുറ്റവും കുറവും, എല്ലാത്തിനും വിധിക്കലും മാത്രമായാൽ ഒട്ടും സ്നേഹിക്കാൻ പറ്റാതെ പോകും. നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നത് കുറച്ചുകൂടെ നല്ല മനുഷ്യന്മാരാകാനും, പറ്റും പോലെ മനുഷ്യരെ, ദേശക്കാരെ, അടുത്തുള്ളവരെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനും സ്നേഹിക്കാനുമാണ്. നമ്മുടെ ജീവിതം ഒരു വെളിച്ചമായി മാറട്ടെ. അനേകർക്ക് ഈ വചനം അയച്ചു കൊടുക്കാനിടയാകട്ടെ. അനേകരുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതായി വചനം, അനേകരുടെ ജീവിതത്തിന് വെളിച്ചമായി മാറുന്നതായി വചനം. ഇത് നിങ്ങളിലൂടെ അനേകർ കേൾക്കാനിടയാകട്ടെ. ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു കിട്ടുന്ന അനുഭവം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തെ ബാധിച്ച സകല ഇരുട്ടുകളും മാറട്ടെ.
രക്ഷിക്കപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സേഫാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സെക്യൂറാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു ദോഷവും ഒരു തിന്മയും ഒരനർത്ഥവും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബുധനാഴ്ച ദിവസം ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കാൻ, അനേകർ കേൾക്കാൻ ഇടയാകട്ടെ. നല്ലൊരു ദിവസം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ, കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.